മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 15 ആണ്. രാവിലെ എണീറ്റ് നല്ല പണി കിട്ടിയിട്ടുണ്ട്. നമ്മളടുത്ത് തോക്കാടെന്നാണ് പറഞ്ഞത്. പിന്നെ എന്തോ സാഹചര്യം കൊണ്ട് FHSയിൽ വരാൻ പറഞ്ഞു. FHSയിൽ വരാൻ നമുക്ക് ബസ്സിൻ്റെ കാര്യം ഒന്നും അറിയത്തില്ല, ആകെ പെട്ടുപോയി. പിന്നെ നമ്മൾ താമസിച്ച് നമുക്ക് തോക്കാട് വരെ നമുക്ക് താമസിച്ച് വന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ ആയിരിക്കും എണീറ്റ് ഇറങ്ങിയതൊക്കെ. പക്ഷേ സമയമായപ്പോഴത്തേക്കും പെട്ടുപോയി, നമുക്ക് ബസ്സില്ല. അങ്ങനെ ഞാൻ നമ്മളെ സീനിയർ മാളവിക ചേച്ചിയെ വിളിച്ച് ഇങ്ങനെ കോൺഫറൻസ് ഒക്കെ ഇട്ടാണ് നമ്മൾ റെഡിയായി ഇവിടെ എത്തിയത്. പാരിപ്പള്ളിയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ബസ് കയറിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഫ്രണ്ടിൽ നിർത്തുന്ന ബസ് ഈ മന്ദവത്തിൽ ചാടി ഇറങ്ങി. അപ്പോൾ ഞാനും കൂടെ ഇറങ്ങി അതാ ഇങ്ങനെ നടക്കുന്നത്. കുഴപ്പമില്ല. ജസീറ മുട്ടായൊക്കെ രാവിലെ കൊണ്ടു തന്നു ഗൈസ്. ആരതി ഇവിടെ എത്തി. ഏതോ ആൻ്റെ വീട്ടിൽ ആരതി ഏതോ ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കാടും. നെക്കാട് ആരുടെ വീട്ടിൽ നമ്മളിവിടെ നിൽക്കുവാണ്. നമുക്ക് 10 മണിക്ക് പാലേറ്റി. ഭയങ്കര തലവേദനയും തൊണ്ടവേദനയും ഗൈസ്, മഴയുണ്ട്. പാലേറ്റീവ് വേറെ ഉണ്ട്. ഞങ്ങൾ പാലേറ്റീവ് പേഷ്യൻസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ FHSയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ആരതി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സീനിയർ മാളവിക ചേച്ചിയുടെ വീട് അവിടെ അടുത്താണ് ഞങ്ങളുടെ FHSയിൽ. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ചേച്ചി വിളിക്കുന്ന അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ പോയി ഒരു 10 മിനിറ്റ് പോലും തികച്ചവിടെ ഇരുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ബസ് വരാനുള്ള ടൈമായതുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.